കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചുവെന്ന് മൊഴി. കേരള കലാമണ്ഡലത്തിലെ 120 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടിയെന്ന് വിശദീകരണം. കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന PR അരവിന്ദാക്ഷനെ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ്. 26-ാം ഡിവിഷനിൽ കൌൺസിലറുടെ സേവനം ലഭിക്കുന്നില്ല. അരവിന്ദാക്ഷനെ അയോഗ്യനാക്കണമെന്ന് കോൺഗ്രസ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നംകുളത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 3 മുതൽ 7 വരെ 17 വേദികളിലായാണ് മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ നിർണായക വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിൽ തുടർ അന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് മൊഴിയെടുത്തത്. ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. 2.5 മണിക്കൂറോളം സതീഷിനെ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയും BJPയെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷ് നടത്തിയത്. ധർമ്മരാജനടക്കം 25 സാക്ഷികളുടെ മൊഴികളിൽ കള്ളപ്പണം കടത്ത് സംബന്ധിച്ച് വെളിപ്പെടുത്തലുണ്ട്. 200 സാക്ഷികളാണ് കേസിലുള്ളത്. തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചാൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. വെളിപ്പെടുത്തലിൽ കുറ്റസമ്മതത്തിന്റെ സ്വഭാവമുള്ളതിനാൽ ധർമ്മരാജനടക്കമുള്ളവരെ പ്രതിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചുവെന്നായിരുന്നു സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് കൈമാറിയതായി തിരൂർ സതീഷ്. തന്റെ കയ്യിലുള്ള രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കൈമാറി. തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു. തന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുഴൽപ്പണത്തെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞതായും തിരൂർ സതീഷ് പറഞ്ഞു. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് പോലീസിന് അതിൻ്റേതായ ഒരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഫയലുകളായ കാരണം അത് ആ രീതിയിലായിരിക്കും അവരത് കൈകാര്യം ചെയ്യുക. കള്ളപ്പണങ്ങൾ ഇപ്പം ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഈ കള്ളപ്പണ ഇടപാട്. ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ട് എന്തെല്ലാം രേഖകൾ ഹാജരാക്കാൻ പറ്റും ആ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. 120-ലധികം പേർക്ക് ജോലി നഷ്ടമായി. പിരിച്ചുവിട്ടവരിൽ 68 അധ്യാപകരുമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടിയെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ വ്യക്തമാക്കുന്നു. ഡിസംബർ 1 മുതൽ ജോലിക്ക് വരേണ്ടതില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കാതെ CPM ഭരണസമിതിയും നഗരസഭാ സെക്രട്ടറിയും സംരക്ഷിക്കുകയാണെന്ന് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് SAA ആസാദ് ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളുടെ പേരിൽ ED അറസ്റ്റ് ചെയ്ത അരവിന്ദാക്ഷൻ 1 വർഷമായി ജയിലിൽ കഴിയുകയാണ്. 12 മാസമായി 26-ാം ഡിവിഷനിൽ കൌൺസിലർ ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിൽ നഗരസഭാ സെക്രട്ടറി ബോധപൂർവമായി വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ജൂണിൽ ആസാദ് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് അയക്കേണ്ടിവരുമെന്നും ആസാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നംകുളത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 3 മുതൽ 7 വരെ 17 വേദികളിലായാണ് മത്സരങ്ങൾ. ടൌൺഹാൾ, ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ, ബദരി സെന്റ് ജോൺ സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങൾ വേദികളാകും. ആനന്ദഭൈരവി, ശങ്കരാഭരണം, ഹിന്ദോളം തുടങ്ങി വിവിധ രാഗങ്ങളുടെ പേരാണ് വേദിക്ക് ഇട്ടിട്ടുള്ളത്. YMCA ഹാളിലാണ് ഭക്ഷണ വിതരണം. ഡിസംബർ 3, 5, 6, 7 തീയതികളിലാണ് മത്സരങ്ങൾ. 4-ാം തീയതി മത്സരങ്ങളില്ല. കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ചേലക്കര ടൌണിൽ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി പട്ടാപ്പകൽ കാട്ടുപന്നികളുടെ വിളയാട്ടം. കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. കുത്താമ്പുള്ളി സ്വദേശികളായ ശരത്ത്, സഹോദരൻ ശബരി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV ഡയറക്ടർ ജേക്കബ് ജെറോമിന്റെ ഉടമസ്ഥതയിലുള്ള ഡിവൈൻ പ്രസിന് സമീപമായിരുന്നു സംഭവം. റോഡിൽ തിരക്കുള്ള സമയത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടുപന്നികൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിലിടിക്കുകയായിരുന്നു. മറ്റൊരു കാട്ടുപന്നി ബസ്സിലിടിച്ച് റോഡിൽ വീഴുകയും ചെയ്തു. അപകടശേഷം നാട്ടുകാരുടെ ഇടയിലൂടെ പാഞ്ഞ കാട്ടുപന്നികൾ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. ചേലക്കര സെൻട്രലിലാണ് ഇപ്പോൾ കാട്ടുപന്നിയുടെ അതിവേഗം നടക്കുന്നത്. ബൈക്കുകൾക്കും കാറുകൾക്കും വളരെ അത്യന്താപേക്ഷിതമായിട്ട് നടക്കാനും യാത്ര ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവർ രണ്ടുപേരും ഇപ്പോൾ ജീവോദയയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. 2 പന്നികളാണ് കുറുകെ ചാടിയിട്ട് ഇപ്പോൾ ചേലക്കര സെൻട്രലിലെ ഡിവൈൻ പ്രസിന് നേരെ മുമ്പിൽ തന്നെ അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ റിസോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം എക്കോ ഗാർഡൻ റിസോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി പുത്തൻവീട്ടിൽ 52 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. റിസോർട്ടിലെ സെക്യൂരിറ്റിക്കാർ താമസിക്കുന്ന മുറിയിലാണ് മരിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. ഷൊർണൂർ കുളപ്പുള്ളിയിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കളുടെ രാത്രി സഞ്ചാരം. അർദ്ധരാത്രിയുടെ 3-4 പേരടങ്ങുന്ന സംഘം വാഹനങ്ങളിലാണ് എത്തുന്നത്. വീടുകളിൽ കയറിച്ചെന്ന് കോളിംഗ് ബെൽ അടിച്ച വീട്ടുകാരെ ഉണർത്തുകയും വഴിതെറ്റി വന്നവരാണ് വെള്ളം തരുമോ എന്ന് ചോദിച്ച് വീട്ടുകാരെ പുറത്തിറക്കാൻ തന്ത്രപൂർവ്വം പെരുമാറുകയും ചെയ്യും. ആളുകൾ ഓടിക്കൂടുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുകയാണ് ഇവരുടെ പതിവ്. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മനപ്പടിയിലും എരുമപ്പെട്ടി കരിയന്നൂരിലും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തിയിരുന്നു. തമിഴും ഹിന്ദിയും സംസാരിക്കുന്നവരാണ് മോഷ്ടാക്കളായി എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാവക്കാട് വീണ്ടും ചാളച്ചാകര. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലാണ് ചാകരയുണ്ടായത്. ചാള കരയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. സംഭവം അറിഞ്ഞ നിരവധി പേർ മീൻ ശേഖരിക്കാനെത്തി. മേഖലയിലെ വിവിധയിടങ്ങളിൽ ദിവസങ്ങളുടെ ഇടവേളകളിൽ ചാളച്ചാകര ദൃശ്യമാകുന്നുണ്ട്. അവിടെ നോക്ക്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയിൽ നിന്ന് 2,12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. തമിഴ്നാട് കാഞ്ചീപുരം ഹനുമന്തപുരം സ്വദേശിയായ ശരവണകുമാറിനെയാണ് തൃശൂർ സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പിടികൂടിയത്. ഫേസ്ബുക്ക് പേജിലെ പരസ്യങ്ങളിലൂടെ ആകൃഷ്ടനാക്കിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ട്രേഡിംഗിലൂടെ മികച്ച ലാഭം നേടാം എന്ന വാഗ്ദാനവുമായി പരാതിക്കാരന് ആദ്യം ഫേസ്ബുക്കിലൂടെ ഒരു ലിങ്ക് അയച്ചു നൽകി. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ട്രേഡിംഗ് ടിപ്സ് സഹിതം നൽകി വിശ്വസിപ്പിച്ച് വിവിധ ഘട്ടങ്ങളിലായാണ് പണം വിവിധ അക്കൌണ്ടിലേക്ക് അയപ്പിച്ചത്. അയച്ച പണമോ ലാഭമോ ലഭിക്കാതെയായപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 26ഓളം പരാതികളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ സുഷീറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജയപ്രദീപ്, റഷീദ് അലി, സുദീപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഷെഡ് പൊളിച്ചു മാറ്റുന്നതിനിടെ ഭാരമേറിയ കമ്പി തലയിൽ വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡ് അഴിച്ചുമാറ്റുന്നതിനിടെയാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. ഭാരമേറിയ കമ്പി മുകളിൽ നിന്ന് അബദ്ധത്തിൽ ജോലിക്കാരുടെ കയ്യിൽ നിന്ന് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ +1 വിദ്യാർത്ഥിയായ ആറ്റൂർ പടലക്കാട്ടിൽ ഷംസുദ്ദീൻ മകൻ 16 വയസ്സുള്ള തൻവീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും ഷോൾഡറിനുമാണ് മുറിവേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയോടെ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകാൻ വേണ്ടി ക്ലാസിന് പുറത്തിറങ്ങിയ സമയത്താണ്
സമയത്താണ് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മാള ഗവൺമെന്റ് ആശുപത്രിയിലെ മാലിന്യം പൊയ്യ പഞ്ചായത്ത് പരിധിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളിയ നിലയിൽ. ഉപയോഗിച്ച സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് തള്ളിയിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച മരുന്ന് കുറിപ്പടികളും മറ്റ് പേപ്പറുകളും മാലിന്യത്തിലുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഏറെയുള്ളത്. സംഭവമറിഞ്ഞ് പൊയ്യ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തി. ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സൂപ്രണ്ട് ഡോക്ടർ PS ആശ, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി. ഹരിത കർമ്മക്യസേന നൽകിയ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഉപേക്ഷിച്ചത് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചത്. എന്നാൽ മാള പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം എടുത്ത ശേഷമുള്ള തീയതികളിലെ കുറിപ്പടികൾ അടക്കമുള്ള പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം മാലിന്യം തള്ളിയ സംഭവത്തിൽ 10,000 രൂപ പിഴയടയ്ക്കാൻ മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ടിന് പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകി. നവംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 3 വരേക്ക് നീട്ടി. ഡിസംബർ 4-ന് റേഷൻ കടകൾ അവധിയായിരിക്കും. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 5-ന് ആരംഭിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് 2025 ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം വ്യാപാര ഭവനിൽ ഓർഗനൈസേഷൻ ഗോൾ സെറ്റിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിജയകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി P. ആന്റണി, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മിസോൺ ഫൌണ്ടർ K. സുഭാഷ് ബാബു, PP ഷെബീർ അലി എന്നിവർ ക്ലാസുകൾ നയിച്ചു. COA കുന്നംകുളം, ഗുരുവായൂർ, വടക്കാഞ്ചേരി, ചേലക്കര മേഖലാ കമ്മിറ്റികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. ഈ മേഖലയിലും വലിയ സേവനം നൽകിയിരിക്കുന്ന ആരാണ്? കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരാണ്. ഈ കേബിൾ ഓപ്പറേറ്റർ എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ മാറിയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴത്തെ കേബിൾ ഓപ്പറേറ്റർ മൾട്ടി സർവീസ് പ്രൊവൈഡറാണ്. ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡർമാർ, ഒരു MSP എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിൽ മാറിയല്ല, ചേഞ്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പിന്നെ ടെക്നിക്കലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതൊരു കേബിൾ TVയിലും മൊത്തം സമൂഹത്തിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ പരിമപ്പെടുത്തിയെടുത്തതാണ്. നാട്ടുകാരെ ആശങ്കയിലാക്കി കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂലിലെ 2 കുന്നുകളിൽ ഒരേ സമയം മണ്ണെടുപ്പ് തുടങ്ങി. ദേശീയപാത വികസനത്തിനായാണ് മണ്ണെടുപ്പ്. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ വീടുകൾ ഒരു കുന്നിന്റെ മുകളിലുണ്ട്. ഇതിന് സമീപമുണ്ടായിരുന്ന ഭാഗത്താണ് ഖനനം നടത്തുന്നത്. വടക്കേ കോട്ടോലിലെ സാമൂദ്രി, കിഴക്കേ കോവിലകം വക അസുരമഹാകാളൻ ക്ഷേത്രത്തിന്റെ സമീപമുള്ള കുന്നിലാണ് രണ്ടാമത്തെ മണ്ണെടുപ്പ്. കുന്നിന്റെ താഴെയുള്ള 100 കണക്കിന് വീടുകൾക്കും ക്ഷേത്രത്തിനും മണ്ണെടുപ്പ് ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നിന്റെ നാശം കടുത്ത വരൾച്ചയ്ക്കും കാരണമാകും എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മുൻപ് മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. 3 മാസം മുൻപ് കുന്നിന്റെ ഉള്ളിൽ നിന്നുണ്ടായ ജലപ്രവാഹവും ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇത്തരം ജലപ്രവാഹം മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് വിദഗ്ധ അഭിപ്രായം. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് യുവാവിന്റെ ഒറ്റയാൾ പോരാട്ടം. ഇത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നജിം കുളങ്ങര. കറുപ്പ് വേഷത്തിൽ നായയുടെ മുഖംമൂടി അണിഞ്ഞ് ഈ ചെറുപ്പക്കാരനെ കേരളത്തിലെ ഏതെങ്കിലും തെരുവോരങ്ങളിൽ കാണാം. ഏറെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് നജീമിന്റെ ആവശ്യം. അത് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചാണ്. വീൽചെയറും തള്ളി മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെയാണ് നജീമിന്റെ യാത്ര. കൂലിപ്പണിക്കാരനായ നജീം നേരത്തെയും സാമൂഹിക പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു. വർദ്ധിച്ചു വരുന്ന ഈ തെരുവുനായ വിഷയം എന്ന് പറയുമ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രക്കാർ ഇതിനെതിരെയുള്ള യാത്രയാണ്. മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ് കഴിഞ്ഞ 1-ാം തീയതി. വേറെ ഒന്നും പറയുന്നില്ല, പട്ടികളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ തെരുവുനായകളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. കറക്റ്റായിട്ട് ഉടായ്പ് കാണിക്കാതെ എല്ലാ പഞ്ചായത്തുകളും, അതായത് മുനിസിപ്പാലിറ്റിയൊക്കെ വന്ധീകരണം ചെയ്ത് ഇതിന് ഒരു ഷട്ടർ എന്ന് പറയുന്ന സംവിധാനം നിലവിൽ കൊണ്ടുവരണം. അത് അർജൻറ്റ് കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ, ബന്ധപ്പെട്ട അധികാരികളുടെ കുഞ്ഞുങ്ങൾ കാറിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ സാധാരണ കുഞ്ഞുങ്ങൾ ഇവിടെ സ്കൂളുകളിൽ പോകുന്നത് റോഡിൽ കൂടെയാണ്. അതിനെ പട്ടി കടിച്ച് നോക്കിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. തെരുവുനായ് ശല്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ തെരുവോരങ്ങളിൽ തെരുവുനാടകം അവതരിപ്പിച്ചാണ് നജീം യാത്ര തുടരുന്നത്. തെരുവുനായ്ക്കളെ ശാസ്ത്രീയമായി വന്ധ്യംകരണം നടത്തുക,
നായ്ക്കൾക്കായി ഷെൽട്ടറുകൾ ആരംഭിക്കുക തുടങ്ങിയവയാണ് നജീമിന്റെ ആവശ്യങ്ങൾ. TCV തൃശൂർ. പുല്ലഴി ചെറിയ പാലത്തിന് സമീപം KLDC കനാലിൽ തൃശൂർ കോർപ്പറേഷന്റെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുഴയ്ക്കൽ ഏനാമാവ് KLDC കനാലിന്റെ പുല്ലഴി ചെറിയ പാലത്തിന് സമീപമുള്ള ജലപ്പരപ്പിൽ കുട്ടവഞ്ചി, പെഡൽ ബോട്ട്, കയാക്കിംഗ് സവാരിക്കുള്ള സൌകര്യമാണ് ഒരുങ്ങുന്നത്. കോർപ്പറേഷൻ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടം ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നത്. ആദ്യഘട്ടമായി ചെറിയ പാലത്തിന് സമീപം KLDC ബണ്ടിൽ 100 മീറ്റർ നീളത്തിൽ ടൈൽ വിരിച്ച് അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച് കുട്ടവഞ്ചി, കയാക്കിംഗ്, പെഡൽ ബോട്ട് സവാരിക്ക് സൌകര്യമൊരുക്കും. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, ഡിവിഷൻ കൌൺസിലർ K. രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങിന്റെ തഴപ്പായ പെരുമ നിലനിർത്താൻ MLA മുൻകൈയെടുത്ത് തുടങ്ങിയ തഴപ്പായ കളക്ഷൻ സെന്ററിനെ നോക്കുകുത്തിയാക്കി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത. ഉദ്ഘാടനം ചെയ്ത് 2 വർഷമായിട്ടും കളക്ഷൻ സെന്റർ എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതർ മറന്ന മട്ടാണ്. കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10,90,000 രൂപ ചെലവഴിച്ചാണ് എടവിലങ്ങിൽ 2 വർഷം മുൻപ് തഴപ്പായ കളക്ഷൻ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കളക്ഷൻ സെന്റർ ഇതുവരെയും തുറന്നു പ്രവർത്തിപ്പിക്കാനായിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ തഴപ്പായ ചന്ത സ്ഥിതി ചെയ്തിരുന്ന എടവിലങ്ങ് കേന്ദ്രീകരിച്ച് വലിയൊരു കുടിൽ വ്യവസായമാണ് തഴച്ചു വളർന്നിരുന്നത്. ജില്ലയുടെ തീരമേഖലയിലെ വീടുകളിൽ നെയ്തെടുത്തിരുന്ന തഴപ്പായ കടൽ കടന്നുപോലും പോയിരുന്നത് എടവിലങ്ങ് ചന്ത വഴിയാണ്. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലോര ഗ്രാമങ്ങളിലെ കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയായിരുന്നു ഇത്. കാലക്രമേണ തഴപ്പായ നെയ്ത്തും വിപണനവും ശോഷിച്ചുവെങ്കിലും എടവിലങ്ങിന്റെ മേൽവിലാസത്തിൽ തഴപ്പായ്ക്ക് ഇന്നും പ്രാധാന്യമേറെയാണ്. എന്നാൽ കളക്ഷൻ സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ തഴപ്പായ നെയ്ത്ത് തൊഴിൽ മേഖലയ്ക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയുടെ കടക്കിൽ കത്തിവെക്കുന്ന പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. നാടിന്റെ അടയാളമായി മാറേണ്ടുന്ന തഴപ്പായ കളക്ഷൻ സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ TM ഷാഫി ആവശ്യപ്പെട്ടു. ഈ തഴപ്പായയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം നടത്തിയ പഴയ തലമുറയെ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനും പരിചയപ്പെടുത്താനും കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിയത്. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രൂരമായ നടപടിയാണ്. നമുക്കുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. പഴയ വിപണനങ്ങളും പഴയ തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനുള്ള അതും നഷ്ടപ്പെടുത്തുന്നു. പിന്നെ പുതിയ മെത്തേഡിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങളും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്ത് ആയി ഈ ഭരണസമിതി മാറി എന്നുള്ളതാണ് ഈ തഴപ്പായുടെ ഈ കേന്ദ്രം, ഈ ഷെൽട്ടർ കൊണ്ട് മാത്രം എനിക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സൂര്യകാന്തി സംഗീത നൃത്ത സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സൂര്യകാന്തി ഫെസ്റ്റിവൽ തൃശൂരിൽ തുടരുന്നു. സൂര്യകാന്തി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു നിർവഹിച്ചു. ഫാദർ തോമസ് ചക്കാലമറ്റത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൂര്യകാന്തി പുരസ്കാര ജേതാക്കളായ A. അനന്തപത്മനാഭൻ, ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി പ്രഭു എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ ശിക്ഷ കൂടിയായ മന്ത്രി സമ്മാനിച്ചു. കലാമണ്ഡലം അക്ഷര ബിജീഷ്, പ്രൊഫസർ ജോർജ് S. പോൾ, കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരതനാട്യ കച്ചേരി അരങ്ങേറി. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 5:30 സാംസ്കാരിക സമ്മേളനവും തുടർന്ന് ഭരതനാട്യ കച്ചേരിയും അരങ്ങേറും. പരിപാടിയാണ് സൂര്യകാന്തി കൂട്ടായ്മയുടെ ഭാഗമായി നമ്മുടെ യുവ സുഹൃത്തുക്കൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതിൽ അങ്ങേയറ്റം അഭിമാനവും സന്തോഷവും ഞാൻ ഈ വേളയിൽ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാമുള്ള മികവാർന്ന കലാപ്രതിഭകളെ കാണുന്നതിനും അവരുടെ അവതരണങ്ങൾ. കടവല്ലൂരിൽ സംസ്ഥാന പാതയോരത്ത് ശുചിമുറി മാലിന്യത്തിന് പുറമെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും വൻതോതിൽ തള്ളിയ നിലയിൽ. ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാതയോരത്താണ് ചാക്കുകളിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നിക്ഷേപിച്ചിട്ടുള്ളത്.
മാഹിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന മദ്യത്തിന്റെ കുപ്പികളാണ് ഇവയെന്ന് കണ്ടെത്തി ഇവ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ചുരുങ്ങിയ വിലയിൽ മാഹിയിൽ നിന്നും മദ്യമെത്തിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നവരാകാം കുപ്പികൾ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം. ഇവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. ചിറനല്ലൂർ സ്വദേശി ഷമീറിനെയാണ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് 6 മാസത്തേക്ക് ജയിലിൽ അടച്ചത്. വധശ്രമം ഉൾപ്പെടെ 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. നിലവിൽ മറ്റൊരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൌജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലോട്ടറി ഓഫീസർ സിനി പി ഇലഞ്ഞിക്കൽ, ലോട്ടറി ക്ഷേമനിധി ബോർഡ് അംഗം TB ദയാനന്ദൻ, ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസർ P സുജാത, ലോട്ടറി ഏജന്റുമാരുടെ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ബഡ്സ് BRC സ്കൂൾ വിദ്യാർത്ഥികളുടെ ജില്ലാതല കലോത്സവം തൃശൂർ ടൌൺ ഹാളിലും ഗവൺമെന്റ് ഫൈനാൻസ് കോളേജിലുമായി നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 20 ബഡ് സ്കൂളുകളിൽ നിന്നായി 150ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ബഡ് സ്കൂളിലെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും മാനസികമായ ഉന്മേഷത്തിനും വേദിയൊരുക്കുകയെന്ന ലക്ഷ്യവുമായി കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് ബഡ്സ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പിലാക്കുക, വെട്ടിക്കുറച്ച് 3% ക്ഷാമാശ്വാസം, കഴിഞ്ഞ 6 വർഷങ്ങളിലെ ഓണം ഉത്സവബത്ത എന്നിവ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിലാണ് സമരം നടത്തുന്നത്. ചൊവ്വാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. കൂടാതെ എല്ലാ ജില്ലകളിലും സമരം നടത്തും. ജില്ലയിലെ തൃശൂർ, ചാലക്കുടി, മാള, ഗുരുവായൂർ എന്നിവിടങ്ങളിലെ യൂണിറ്റ് ഓഫീസുകൾക്ക് മുന്നിലാണ് സമരമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ, ജില്ലാ പ്രസിഡന്റ് I സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി TB രവി, KU വാസു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജപ്പാൻ കരാട്ടെ ഷോട്ടോജൂക്കു ഫെഡറേഷന്റെ അന്താരാഷ്ട്ര സെമിനാറും 2ാമത് JKS ഇന്ത്യ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും തൃശൂരിൽ തുടരുന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സുദീപ് T സിറിയക് അധ്യക്ഷത വഹിച്ചു. JKS വേൾഡ് ചീഫ് ഇൻസ്ട്രക്ടർ ഷുസെക്കി ഷിഹാൻ മസാവോ കഗാവ മുഖ്യാതിഥിയായി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 1000ഓളം കരാട്ടെ വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് സെമിനാറിലും ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. അശാസ്ത്രീയമായ നികുതി ചുമത്തൽ അവസാനിപ്പിക്കുക, GST കൌൺസിൽ പുനഃസംഘടിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുക, MSME വായ്പകൾക്ക് പലിശ ഇളവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ അധ്യക്ഷത വഹിച്ചു. സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം PA വേലായുധൻ, സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭഗീരഥി ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ശിലേഷ് C ശിവറാം, സംഘം ജില്ലാ ട്രഷറർ സേതു വരവൂർ, MV ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന
ശാസ്ത്ര ചലച്ചിത്രോത്സവം സമാപിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എൻ ഷാജി, എം വിനീത തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. ആവാസവ്യൂഹം, സൊളാരിസ്, ആറ്റൻബറോ, തിയറി ഓഫ് എവറിത്തിങ്, ഗഗനചാരി, എസ്പേസ് ഒഡീസി എന്നീ സിനിമകളുടെ പ്രദർശനം നടന്നു. സമാപന സമ്മേളനം കോർപ്പറേഷൻ കൌൺസിലർ ഐ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വി മനോജ്, ചെറിയാൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രകാരൻ ജി അനുസ്മരണം തൃശൂരിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ജോസ് കാച്ചപ്പള്ളി അധ്യക്ഷനായിരുന്നു. സംവിധായകൻ അമ്പിളി, ചലച്ചിത്ര താരം ജയശ്രീ, സുഷമ രവീന്ദ്രൻ, GB കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ മധ്യവയസ്കനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുന്നംകുളം അടുപ്പുട്ടി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള ദിനേശനാണ് മരിച്ചത്. 2 ദിവസമായി ഇദ്ദേഹത്തെ ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള ആരോഗ്യ സർവകലാശാല ജനറൽ കൌൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8ൽ 7 സീറ്റുകളിലും ചരിത്ര വിജയം നേടി KSU-MSF മുന്നണി. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും മെഡിക്കൽ കോളേജ് പരിസരത്തും നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ മുണ്ടത്തിക്കോട്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി നജാഫ് എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചുവെന്ന് മൊഴി. കേരള കലാമണ്ഡലത്തിലെ 120 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടിയെന്ന വിശദീകരണം. കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന PR അരവിന്ദാക്ഷനെ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ്. 26ാം ഡിവിഷനിൽ കൌൺസിലറുടെ സേവനം ലഭിക്കുന്നില്ല. അരവിന്ദാക്ഷനെ അയോഗ്യനാക്കണമെന്ന് കോൺഗ്രസ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നംകുളത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 3 മുതൽ 7 വരെ 17 വേദികളിലായാണ് മത്സരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.